ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം രോഗീസൗഖ്യം എങ്ങനെ ലഭിക്കും, ഒരു രോഗത്തിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ സൗഖ്യം ലഭിക്കാം എന്നുള്ള തിരുവചന ഭാഗമാണ് നമ്മളിന്ന് ശ്രവിക്കുന്നത്. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15-16 തിരുവചനം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. രോഗികളായിരിക്കുന്നവരോട് തിരുവചനത്തിലൂടെ യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തും. അതോടൊപ്പം തന്നെ നീ നിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിടുതൽ ചോദിച്ചാൽ കർത്താവ് നിനക്ക് മാപ്പ് നൽകുകയും ചെയ്യും. യാക്കോബ് ശ്ലീഹയിലൂടെ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഭൂമിയിൽ മനുഷ്യർക്കുണ്ടാകുന്ന മിക്ക രോഗാവസ്ഥയ്ക്കും കാരണം അവൻ്റെ പൈശാചിക ബന്ധനം കൊണ്ടാണെന്ന്. അതിൽ നിന്നും അവന് സൗഖ്യം ലഭിക്കുവാൻ അവൻ വിശ്വാസത്തോടെ തൻ്റെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവന് സൗഖ്യം നൽകുകയും അതോടൊപ്പം തന്നെ അവൻ തൻ്റെ പാപങ്ങൾ കർത്താവിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അവനോട് ക്ഷമിക്കുകയും ചെയ്യും. അങ്ങനെ അവൻ്റെ രോഗത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം അവൻ നേടും. അവനിലെ എല്ലാ കെട്ടുകളും ആ നിമിഷം കർത്താവ് അഴിക്കും. പ്രിയ സഹോദരങ്ങളെ, രോഗികളായിരിക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമാണെന്ന് ഈ ലോകം മനസ്സിലാക്കുവാൻ, നീ ഞങ്ങളുടെ ദൈവമാണെന്ന് ഈ ലോകം മനസ്സിലാക്കുവാൻ ഈ രോഗിയെ നീ തൊട്ട് സൗഖ്യപ്പെടുത്തണം. അവൻ നിന്നോടും സ്വർഗത്തിനോടും ചെയ്തിരിക്കുന്ന എല്ലാ പാപങ്ങളുടെ മേലും അവൻ നിന്നോട് ഏറ്റുപറയുന്ന എല്ലാ പാപങ്ങളുടെ മേലും കർത്താവെ നീ ക്ഷമിച്ച് അവന് സൗഖ്യം കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം ധാരാളം രോഗികളെ ഇന്നത്തെ ദിവസം സൗഖ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.